ഇവിടെ ഇരിക്കാം. എന്താ പരിപാടി? വെറുതെ നിന്റെ മുകളിൽ ഇരുന്നപ്പോ ഒരു വീഡിയോ എടുത്തതാ. ഇതിന്റെ പവർ ഒന്ന് ലെൻസ് തുടയ്ക്കണം തോന്നുന്നു. ഇതെന്തോ ഒരു പൊടി, ഒരു പുക പോലെ എന്താവും. ഞാനൊരു കാര്യം പറയട്ടെ. എന്തോ നമ്മളപ്പുറത്തുള്ള ഏതാ ചേച്ചിയില്ലേ, ഉഷേച്ചിയുടെ മോള്, ഓടുന്നല്ലേ നല്ലൊരു അടിപൊളി ചുരിദാർ എടുത്തിട്ടുണ്ട് നമ്മുടെ അലേക്കെന്ന് പൊന്നാനിന്ന്. അതുപോലെ ഒന്ന് അണക്കും വേണമെന്നല്ലേ ഇപ്പൊ പറഞ്ഞു വരുന്നത്? അല്ലേ? കാള വാല് പൊക്കും പറഞ്ഞൂടെ? അവിടെ 3-4 കൂടി ഉണ്ട് അത്ര കളർ ചേഞ്ചില്. നമുക്കൊന്നു വൈകുന്നേരം. അതെന്തിനാ നമുക്ക് അവിടത്തെ കണ്ടിട്ട് അതേപോലെ തന്നെ വാങ്ങണം എന്നില്ല? അത് അവിടത്തെ ഒരു വാങ്ങിയ പോലത്തെ വാങ്ങണം എന്നൊക്കെ എനിക്കത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. അപ്പൊക്കെ ഒന്ന് മേടിക്കണം എന്നുണ്ട്. അല്ലാണ്ട് അസൂയ കൊണ്ടല്ല അല്ലേ? അവിടെ എന്താ വാങ്ങണത് അത് അതേപോലെ ഇവിടെയും വാങ്ങണം എന്നുള്ളത് അല്ലേ? അസൂയൊന്നും അല്ല. ഇപ്പൊ ഒരു നല്ല ഡ്രസ്സ് കണ്ടാല് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മള് മേടിക്കണം പറയൂലേ, അത്രേ ഉള്ളൂ. എന്തൊരു കഥയാണ്. നമുക്ക് അതിന് എന്തിനാണ് ഇപ്പൊ ഇത്ര അധികം ചുരിദാറും സംഭവമൊക്കെ? എല്ലാ സാധനങ്ങളും ഇവിടെ ഉള്ളതല്ലേ? എന്നിട്ടും അതേപോലത്തെ പിന്നെയും വേണം. എന്തെങ്ങനെ? അല്ല, ഞാൻ വാങ്ങിത്തരാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ സംഭവിച്ചാലേ ഇവിടെ ഇപ്പൊ എല്ലാ സൗകര്യത്തിലും സന്തോഷത്തിലും സൗഭാഗ്യത്തിലുമാണ് ഈ ജീവിക്കുന്നത്. പിന്നെ എനിക്ക് എന്തൊക്കെയോ പോരായ്മ പോലെ ഇങ്ങനെ സ്വയം തോന്നുകയാണേ. എന്തിനാ അങ്ങനെ തോന്നുന്നു? അങ്ങനെ തോന്നണൊന്നുമില്ലക്ക്. പിന്നെ ഏതൊരു ആണ്ടിലും പറഞ്ഞ മാതിരി ഒരു ചുരിദാർ മേടിച്ചു തരാൻ പറയും. ആണ്ടിലാ ചുരിദാർ വാങ്ങൽ ഇവിടെ? അധികം അങ്ങനൊക്കെ തന്നെ. നിങ്ങളെ പോലൊന്നല്ല കേട്ടോ എന്റെ അനിയത്തിയുടെ ഭർത്താവ്. മാഞ്ഞാളം കൊഞ്ചലൊന്നല്ല. നിങ്ങളെ പോലൊന്നല്ല എന്റെ അനിയത്തിയുടെ ഭർത്താവ്. ഓളങ്ങോട്ട് പറയുമ്പോഴത്തേനും ഓരോ സാധനങ്ങൾ മേടിച്ചു കൊടുക്കും. അവന്റെ കൂട്ടുകാരത്തിലെ എല്ലാ ഫ്രണ്ട്സിന്റെ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെ. അങ്ങോട്ട് പറയുമ്പോഴത്തേനും ഒക്കെ മേടിച്ചു കൊടുക്കും. നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. അങ്ങനെ പറയുമ്പോഴത്തേനും എടുത്ത് കെട്ടിച്ചാടരുത്, അതാണ്. ഓലും ഇതേപോലെ ഭാര്യമാരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഭാര്യമാരോടുള്ള സ്നേഹം അവരോട് എന്തെങ്കിലും പറയുമ്പോഴത്തേനോട് വാങ്ങിക്കൊടുക്കലല്ല. അപ്പൊ നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല. കുറച്ചൊന്ന് ബലം പിടിക്കണം നമ്മൾ വെച്ചാ ആണുങ്ങള്, എന്നാലേ അവർക്കൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഇത് പറയുമ്പോഴത്തേനും പറഞ്ഞാലും അംഗീകരിക്കാത്തൊരു സ്വഭാവമാണ്, വൃത്തിട്ട സ്വഭാവമാണ്. ഞാൻ എന്തേലും മുട്ടായി വേണമെന്ന് പറഞ്ഞു, ഞാൻ എന്തേലും ഡ്രസ്സ് വേണമെന്ന് ഇന്ന് എന്താ പിന്നെ എന്താ 10-40 വയസ്സായല്ലോ. എന്താ മുട്ടായി എന്നാല്? ശരി, എന്തേലും ആവട്ടെ, വാങ്ങി തരണ്ട്. ആരാ വിളിക്കുന്നത്? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ, അതെ. സുലു ഇവിടെ ഉണ്ട്. ഇതാരാ? അതെ, എൻ്റെ കൂട്ടുകാരിയാണ്. ഹലോ, നിഷേ ഫോണ് അത് സ്വിച്ച് ഓഫ് ആയിക്കണ്. അതില് ചാർജ് ഇല്ല. അതിന്റെ ചാർജർ കേടന്നിക്കണ്. ഞാൻ പറഞ്ഞില്ല. പിന്നെ പറഞ്ഞാലൊക്കെ കൊണ്ടുവന്ന് തരും, അതിനൊന്നും കുഴപ്പമില്ല. മാഷാ അല്ലാ സന്തോഷായിട്ടിരിക്കണേ. സമാധാനായിട്ടിരിക്കണേ. എന്താ എന്റെ വർത്താനങ്ങളൊക്കെ? വരലില്ലേ അമ്മായിമ്മക്കെ? ഇവിടെ ഉമ്മ ഉണ്ട്, താഴെ ഉണ്ട്. ഇല്ല, നാത്തു രണ്ടാളും കെട്ടിച്ചെടുത്താ. ഒലിപ്പി ക്രിസ്മസിന് വന്ന് പോയിട്ടല്ലേ ഉള്ളു. പിന്നെന്താ, സുഖം തന്നെ മോളെ. സ്നേഹത്തിൽ തന്നെ, കുഴപ്പമൊന്നുമില്ല. എന്റെ നമ്പർ എനിക്ക് എവിടെ നിന്ന് കിട്ടിയത്? അത് ശരി. ഈ എന്താ നമ്മളെ ഗ്രൂപ്പിലൊന്നും വരാത്ത? ആടി മാഷാ അല്ലാ, സന്തോഷാണ്. ഞാൻ പറഞ്ഞത് കേക്കും. പിന്നെ ഞാൻ ഇനിയിപ്പൊ ഉദാഹരണത്തിന് എന്നോടൊരു ചുരിദാർ മേടിക്കാൻ പറഞ്ഞു വിചാരിച്ചോ, പറഞ്ഞ് കേട്ട തന്നെ അപ്പ പോയി കൊടുന്നേരും. പിന്നെ അങ്ങനെ കൂട്ടാനൊന്നും വെക്കാൻ അറിയണ്ടായിരുന്നില്ല. പിന്നെ മൂപ്പരാള് ചോറ് ഇവിടുന്ന് തിന്നാതെ ഇറച്ചിയോ മീൻ എന്തെങ്കിലുമൊക്കെ പാർസൽ കൊണ്ടുവരാൻ തുടങ്ങി. നല്ല സുഖ. ഇല്ലില്ല, ഞങ്ങള് പുറത്തേക്കൊന്നും പോവാറില്ല. അയ്യേ, പുറത്തേക്ക് പോണവരെ വൃത്തിട്ട സ്ത്രീകളത്ര. എന്റെ അങ്ങനെ പറയാറ്.
പുറത്തു പോകുമ്പോ അന്യ ആൾക്കാർ കാണില്ലേ നമ്മുടെ ദേഹമൊക്കെ അത് വൃത്തിട്ട ആൾക്കാരാണ് കാക്ക അങ്ങനെ പറയാറ്. ഈയൊക്കെ പോയി കണ്ടേ കെട്ടിയാൻ്റെ കൂടെ, പക്ഷെ ഞങ്ങള് പോവില്ല. ടൂറും പോവാറില്ല. അയ്യോ, നമ്മുടെ വീട്ടില് കട്ടിലും കിടക്കൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇരുന്നൂടെ? പിന്നെ വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്തിട്ട് വണ്ടിയിലെ ഡീസലും കളഞ്ഞിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല, പോവാറേയില്ല. ഐസ്ക്രീം തിന്നാനാ? ഐസ്ക്രീം എന്നിട്ട് എന്തിനാണ് തൊണ്ട കേടെടുത്താനായിട്ട്? എന്റെ കാക്കൊന്നും ഇഷ്ടം കൂടിയില്ല. പിന്നെ ഡോക്ടറെ എടുത്തുക്കാ വെയ്യായി ആവുമ്പോഴാ ഇവിടെ അല്ലേ കഞ്ഞിക്കൂർക്കും തുളസിയൊക്കെ ഉള്ളത്, കഷായം വെച്ച് കുടിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞങ്ങൾ അതാ ചെയ്യാറ്. ഇക്കാക്ക് വന്നാലും അങ്ങനെ തന്നെ, ഞങ്ങൾ രണ്ടാളും കൂടെ ചെയ്യും. മീനാ എന്നെന്നും മേടിക്കേ? മുരിങ്ങാടിലല്ലേ കുടിയില്, അത് കൂട്ടാൻ വെച്ചൂടെ? ചീരണ്ടല്ലേ കുടിയില്, അത് കൂട്ടാൻ വെച്ചൂടെ? എന്നൊന്നും മീൻ മേടിക്ക? എന്റെ കാവ് 1 മാസത്തിൽ ഒരിക്കലേ മീൻ മേടിക്കുള്ളൂ. അമോണിയട്ട മീനാ, കൂടുതൽ തിന്നൂടാ. ബീഫും ചിക്കനുമാ മാസത്തിൽ 1 കുറി മേടിക്കും ഞങ്ങള്. ഇന്നല്ലേ ഇങ്ങടെ 5 ദിവസം കൂട്ടും. ഞങ്ങള് ദാമ്പത്യ ഭാര്യയും ഭർത്താവാ. ഞങ്ങളെ പോലെ ജീവിക്കാനേ. ശരി. വീട്ടിക്കൊന്നും ഞാൻ പോവാറില്ല. ഓല് വേണമെങ്കിൽ ഇങ്ങോട്ട് വരും. മാപ്പളുടെ വണ്ടിയത്തെ പെട്രോൾ കഴിഞ്ഞ ഇക്കല്ലേ നഷ്ടം. ഓല് ഇന്നെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണം. ഇപ്പൊ തന്നെ എന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിട്ട് എന്റെ ചാർജർ കേടന്നിട്ട് എത്ര ദിവസമായിന്നറിയോ? 2 ദിവസമായി ഫോണ് സ്വിച്ച് ഓഫ് ആയിട്ട്. അത് ലാഭിക്കണ്ടേ? മാക്സിമം ഞങ്ങൾ 2 മാസം കൂടെ വെച്ചിട്ടേ അത് നേരാക്കുള്ളൂ. ശരി എന്നാ, ഇതുപോലെ ജീവിച്ചോ. നിങ്ങളുടെ ഫോണിതാ പോട്ടെ കാക്ക. ശരി എന്നാ, ഇതുപോലെ ജീവിച്ചോ. ചുരിദാർ കിട്ടിയ തന്നെ ചുരിദാർ ഇല്ലെങ്കിലും വേണ്ടില്ല, നാളെ കിട്ടില്ല.